ഹലോ ഗീസ്, ആദ്യം തന്നെ എല്ലാവരും ഒന്ന് റൊട്ടാറ്റ് ചെയ്ത് പിടിക്കണം സ്ക്രീന്. ഞങ്ങളിന്ന് ചെയ്യുന്നത് ലിയമോളെ വഞ്ചി പൊട്ടിക്കുകയാണേ. ഞങ്ങളങ്ങ് തൂത്തി എന്ന് പറയും കേട്ടോ. അച്ഛനും മോളും കൂടെ രാവിലെ തന്നെ ഇതിൻ്റെ പരിപാടിയിലാണ്. ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് വേണം ഞങ്ങൾക്കൊരു വലിയൊരാഗ്രഹം നടത്താൻ വേണ്ടി. ഞങ്ങളെ സംബന്ധിച്ച് അത് വലിയൊരാഗ്രഹം തന്നെയാണ് കേട്ടോ. ഇതിൽ എനിക്കൊരു പങ്കുമില്ല കേട്ടോ. അച്ഛനും മോളും തന്നെയാണ് ഇതിലുള്ള പൈസ എല്ലാം ഇട്ടത്. മോൾക്ക് എന്തേലും വാങ്ങിച്ചൊന്ന് പറഞ്ഞിട്ട് വരുന്ന ഗസ്റ്റൊക്കെ പൈസ കൊടുക്കുമ്പോൾ അതും ഇതിലിടാറുണ്ട്. പിന്നെ മിഥുവിന് കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം പൈസയൊക്കെ ഇതിലിടാറുണ്ട്. യമോക്ക് 3 വഞ്ചിയുണ്ട്. ഇപ്പോൾ പൊട്ടിക്കുന്നത് 2 വഞ്ചിയാണ്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ പൊട്ടിച്ച് പൈസ എല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തുകയാണ്. ഈ കുഞ്ഞു കൈകളെ ഞങ്ങളിവിടെ ഇരുത്തിയത് വേറൊന്നും കൊണ്ടല്ല, അവളെ ഈ കുഞ്ഞു കൈയും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അച്ഛനും മോളും വഴക്കുണ്ടാക്കിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തോടെ പൈസ എണ്ണാൻ തുടങ്ങുന്നുണ്ട്. എണ്ണാൻ തുടങ്ങിയപ്പോൾ ഇവരെ ചവിട്ടും കുത്തും മേളമൊക്കെ കേട്ടപ്പോൾ ഞാനും കൂടെ ഒന്ന് വന്നിരുന്നിട്ടുണ്ട്. മിഥു ലിയമോളെ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് എന്നെ അവിടെ ഇരുത്തിയത്. കാരണം മുമ്പിൽ കോയിൻസ് എല്ലാം നിരന്ന് കിടക്കുന്നുണ്ട്. ഈ വീഡിയോ ഞാനൊരു ചെറു പുഞ്ചിരിയോട് കൂടിയാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, എനിക്ക് ഒത്തിരി ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റി. ഇനി ലിയമോക്കും കൂടെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ഈ പൈസ എടുത്തിട്ട്. അതാണ് ഞങ്ങളെ മെയിൻ ഉദ്ദേശം. ഈ പൈസ നമുക്ക് മുമ്പിൽ കാണാൻ പറ്റണം. എന്തെങ്കിലും ലിയമോക്ക് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള രീതിക്കാണ് ഞങ്ങളിത് പൊട്ടിച്ചത്. ഞങ്ങൾ അങ്ങനെ പൈസ എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി നേരെ ജ്വല്ലറിയിലേക്ക് പോവാം വൈകിട്ട് എന്നുള്ളൊരു തീരുമാനത്തിലായേ. പൈസ എല്ലാം റെഡിയാക്കി അടുത്തുള്ള കടയിൽ നിന്ന് ചില്ലറയൊക്കെ മാറി നോട്ടുകളാക്കിയിട്ട് ഞങ്ങൾ ജ്വല്ലറിയിലേക്ക് പോയേ. വളയും ബ്രേസ്ലെറ്റും അങ്ങനെ 2-3 കാര്യങ്ങൾ ഞങ്ങൾ നോക്കിയിരുന്നേ. അപ്പോഴാണ് മിഥു എനിക്ക് സർപ്രൈസ് തന്നത്. അവൻ ഞാനറിയാതെ കൂട്ടി വെച്ച കുറച്ച് പൈസയും കൂടെ ഉണ്ടായിരുന്നേ. അങ്ങനെ അതും കൂടെ കൂട്ടി ലിയമോക്ക് നല്ലൊരു ബ്രേസ്ലെറ്റ് ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റി. അങ്ങനെ ഇന്ന് മൊത്തത്തിലൊരു നല്ലൊരു ന്യൂ ഇയർ ആയിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം വാങ്ങി നേരെ വീട്ടിലോട്ട് പോന്നു. അങ്ങനെ ഈ ഒരു വർഷം ഞങ്ങളിവിടെ തുടങ്ങുകയാണ്. എല്ലാവരെയും പ്രാർത്ഥന വേണേ. അപ്പോൾ ഓക്കെ, ബൈ.